ഗൗരി അമ്മയ്ക്ക് ശേഷം ഏറ്റവും അധികം കൊടിയ പീഡനങ്ങൾ രാഷ്ട്രീയ മേഖലയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു അമ്മയാണ് ശോഭ ചേച്ചി. കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിട്ട് ചോദിക്കുകയാണ്, ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നതിൽ പ്രശാന്ത് ശിവന് ബുദ്ധിമുട്ടുണ്ടോ? ശോഭ ചേച്ചിയുടെ ചുമരെഴുത്തിൽ നിന്ന്, അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചുമരെഴുത്തിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ഞാനും ശോഭ ചേച്ചിയും ഒരേ വേദിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ കൊടുത്ത മാധ്യമങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ MLA പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തും? MLA പ്രവർത്തനങ്ങൾ വിലയിരുത്തുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ചാനൽ ചർച്ചയിലോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിലോ ഇരുന്ന് പറയാൻ പറ്റുന്ന സാഹചര്യമല്ല ഉള്ളത്. പണ്ട് കാലഘട്ടത്തിൽ ഞാൻ BJPക്ക് വോട്ട് ചെയ്ത് എൻ്റെ വോട്ട് എന്തിനാ പാഴാക്കുന്നു എന്ന് ചിന്തിച്ചിരുന്നു ആളുകൾ. കാരണം എനിക്ക് BJPക്ക് വോട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ BJP ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതായിരുന്നു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങളുടെ മൈൻഡ് സെറ്റ്. അതിന്ന് മാറി. അവസരം തന്ന സംസ്ഥാനങ്ങളിലെല്ലാം വലിയ രീതിയിൽ ഡെവലപ്മെൻറ്റ് നടത്തി അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് തന്നെയാണ് ഞങ്ങൾ വോട്ട് ചോദിച്ചു പോകുന്നത്. ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ പാലക്കാട് എത്രത്തോളം നിർണായകമാണ്? പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച സമയത്ത് ഏറ്റവും ആദ്യം പ്രകടനം നടത്തിയത് SDPIയുടെ നേതാക്കന്മാരായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ മരുമോനെ എങ്ങനെയും പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നതിൽ കവിഞ്ഞ് യാതൊരുവിധ ലക്ഷ്യവും അദ്ദേഹത്തിനില്ല. നമസ്കാരം. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയസാധ്യതയുള്ള പ്രധാനപ്പെട്ട ജില്ലകളിലൊന്നാണ് പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാട്ടിലെ പ്രതീക്ഷകളും ഈ തിരഞ്ഞെടുപ്പിന്റെ പൾസുമാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. എനിക്കിപ്പോൾ ഉള്ളത് BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്ത് ശിവനാണ്. പ്രശാന്തിന്റെ നമസ്കാരം. നമസ്കാരം. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കാലം എന്ന് വെച്ചാൽ പാലക്കാടിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അടുപ്പിച്ചടുപ്പിച്ച് തിരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ തിരഞ്ഞെടുപ്പിന്റെ ഒരു പൾസ്? ഈ 2024-നും 26-നും ഇടയിൽ തന്നെ 2024 ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞതും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഒരു 4ാമത്തെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയിരിക്കുക. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം തെരഞ്ഞെടുപ്പ് വരുന്നതിൽ പ്രത്യേകിച്ച് ആശങ്കയുടെ ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ വർഷത്തിൽ 365 ദിവസവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടനയെ സക്രിയമാക്കി നിർത്തുക എന്നുള്ളത് ചെയ്യുന്ന ഒരേ ഒരു പാർട്ടി ഇന്ത്യയിൽ BJPയാണ്. സ്വാഭാവികമായിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഏത് സ്റ്റേറ്റിലാണോ ഇലക്ഷൻ നടക്കുന്നത് ആ സ്റ്റേറ്റിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഏകോപനത്തിന് പോകുന്നത് BJPയിൽ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പ്രയത്നമായിട്ട് കരുതുന്നില്ല. പക്ഷേ കേരളത്തിലെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ പാർട്ടിയെ സജ്ജമാക്കി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കി കഴിഞ്ഞിരുന്നു. കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നതിൽ പ്രശാന്ത് ശിവന് ബുദ്ധിമുട്ടുണ്ടോ? യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. ഇപ്പോൾ നമ്മൾ ഒരു മകനോട് അച്ഛൻ്റെയോ അമ്മയുടെയോ വളർച്ചയിൽ അസൂയ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നോ എന്നുള്ളതല്ലാതെ വേറൊരു മറുപടിയും പ്രതീക്ഷിക്കേണ്ടതായിട്ടേ ഇല്ല. അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ശോഭ ചേച്ചി വരുന്നത് 100% സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട്ട് ശോഭ ചേച്ചിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അവസാനത്തെ പ്രവർത്തകനും വളരെ സജീവമായിട്ട് തന്നെ രംഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ മാധ്യമങ്ങൾ അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം പ്രശാന്ത് ശിവൻ അതൃപ്തനാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത് എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും നമുക്കറിയാം, മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രതീതി വലിയ രീതിയിൽ ജനങ്ങളെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ പാലക്കാട്ടെ ജനങ്ങളെ ഇത് സ്വാധീനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും സ്വാധീനിക്കില്ല. കാരണം എന്താ വെച്ചാൽ പാലക്കാട്ടുകാർക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബോധ്യമുള്ള ആളുകളാണ്. 2, ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ശോഭ ചേച്ചിയുടെ ചുമരെഴുത്തിൽ നിന്ന്, അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചുമരെഴുത്തിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ഞാനും ശോഭ ചേച്ചിയും ഒരേ വേദിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ കൊടുത്ത മാധ്യമങ്ങളുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും അവർ ഇത്തരത്തിലുള്ള വിവാദങ്ങളുമായിട്ട് വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും വരുന്നുണ്ട്. BJPയുടെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക എന്നുള്ളത് പല മാധ്യമങ്ങളും ഇന്ന് അവരുടെ ശൈലിയാക്കി മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ തികഞ്ഞ അവജ്ഞതയോടുകൂടി തള്ളിക്കളയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ഒരുപാട് ജനസ്വീകാര്യത നേടിയെടുക്കുന്ന ഒരു നേതാവാണ്. അല്ലെങ്കിൽ വോട്ടുകളുടെ എണ്ണം കൂട്ടാൻ വലിയ
രീതിയിൽ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്ത് വിജയിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പാലക്കാട്ടേക്ക് ശോഭ ചേച്ചി എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രതീക്ഷകൾ എത്രത്തോളമാണ്? 100% വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ ഒരു പക്ഷേ കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഗൗരി അമ്മയ്ക്ക് ശേഷം ഏറ്റവും അധികം കൊടിയ പീഡനങ്ങൾ രാഷ്ട്രീയ മേഖലയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു അമ്മയാണ് ശോഭ ചേച്ചി എന്ന് പറയുന്നത്. അവർ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് നിരവധി സമരരംഗത്ത്, നിരവധി പോരാട്ടങ്ങളിൽ, സേവന രംഗത്ത് നമുക്കൊന്നും അറിയാത്ത എത്രയോ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ നിരവധി ജില്ലകളിലായി ധാരാളം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചിലവാക്കി പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ശോഭ ചേച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ശോഭ ചേച്ചിയെ പോലുള്ള ഒരാൾ രാഷ്ട്രീയത്തിനപ്പുറം, നമ്മൾ രാഷ്ട്രീയം എന്നുള്ള ഒരു മാറ്റിവെച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു വെച്ചാൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് ശോഭ ചേച്ചിയെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്രത്തോളം ത്യാഗം സഹിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെയും നമുക്ക് ഒരു ഉദാഹരണമായിട്ട് പോലും എടുത്തു കാണിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അത്തരത്തിൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നും നിലകൊണ്ടിട്ടുള്ള ഒരു അമ്മയാണ് ശോഭ ചേച്ചി. അപ്പോൾ ശോഭ ചേച്ചിയുടെ വരവ് തീർത്തും പാലക്കാട്ടുകാർ ഇരു കയ്യും നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പിന്നെ അവരുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള എത്രയോ സമരങ്ങളിൽ, സമര പോരാട്ടങ്ങളിൽ അവർ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള എത്രയോ സമരങ്ങളുണ്ട്. ധാരാളം പോലീസിൻ്റെ മർദ്ദനങ്ങളേറ്റ് എത്രയോ ദിവസം അവർ ചികിത്സ തേടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊന്നും തന്നെ ഒരു ഇഞ്ച് പിന്നോട്ട് മാറാതെ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മുന്നിൽ നിന്ന് പടപൊരുതിയിട്ടുള്ള ഈ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ശോഭ ചേച്ചി എന്ന് പറയുന്നത്. ശോഭ ചേച്ചിയുടെ വരവ് പാലക്കാട്ടുകാർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഈ ശ്രീധരൻ കുറച്ച് വോട്ടുകൾക്കാണ് നമുക്ക് ആ ഒരു സീറ്റ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു ദൗത്യം ആണ് BJPയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് ഇത്തവണ നടപ്പിലാകും എന്നുള്ളതല്ലേ? 100%. കഴിഞ്ഞ തവണ ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ശ്രീധരൻ സാർ ഇവിടെ പരാജയപ്പെട്ടത്. ആ പരാജയപ്പെടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ശ്രീ AK ബാലൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് ശ്രീ AK ബാലൻ തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് BJP വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു എന്ന്. നിയമസഭയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു AN ഷംസീറാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഷാഫി ഇവിടെ എത്തിയത് എന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അവർ വളരെ പരസ്യമായി തന്നെ വോട്ട് കച്ചവടം നടത്തിയിട്ടാണ് ഇവിടെ UDF വിജയിച്ച് കയറിയിട്ടുള്ളത്. ഇത്തവണ ഒരിക്കലും അങ്ങനത്തെ ഒരു ഡീല് പാലക്കാട് നടക്കില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇത്തവണ പാലക്കാട്ട് ജനങ്ങൾ, നമുക്കറിയാം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടുന്ന് പാലക്കാട് നിന്ന് ജയിച്ചു വന്നിട്ടുള്ള MLA മണ്ഡലം ഉപേക്ഷിച്ചുകൊണ്ട് വടകരയിലോട്ട് പോകുന്നു. അതിനുശേഷം ഒരു 6 മാസ കാലഘട്ടത്തോളം പാലക്കാടിൻ്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനോ പാലക്കാട്ടുകാരുടെ കാര്യം നിയമസഭയിൽ പറയുന്നതിനോ ഒരാളില്ലാത്തൊരു സാഹചര്യം വരുന്നു. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഒരു MLA ഇവിടെ നിന്ന് ജയിച്ചു കയറിയതിന് ശേഷം 1 വർഷം തികയുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഉണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും കിടക്കുന്നില്ല. പാലക്കാട്ടുകാരുടെ ശബ്ദമായി മാറാൻ, നിയമസഭയിൽ മാറാൻ ഒരാൾക്ക് സാധിക്കാത്ത സാഹചര്യം വരുന്നു. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വികസനം എന്നുള്ളത് സ്വപ്നം മാത്രമായിട്ട് നിൽക്കുന്നൊരു സാഹചര്യം വരുന്നു. ആ ഒരു വേളയിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനി ഒരിക്കലും പാലക്കാട്ടുകാർ BJPയെ കൈവിടില്ല എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ MLAയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തും? MLAയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ചാനൽ ചർച്ചയിലോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിലോ ഇരുന്ന് പറയാൻ പറ്റുന്ന സാഹചര്യമല്ല ഉള്ളത്. ഇവിടെ രാഹുൽ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്ത് അന്നത്തെ വടകര MP പാലക്കാടിൻ്റെ മുൻ MLAയുമായിരുന്നുള്ള ഷാഫി പറമ്പിൽ പറഞ്ഞൊരു വാചകമുണ്ട്. പാലക്കാട്ടുകാർക്ക് ഇനി ഒരാളുടെ മുന്നിലും തല കുനിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് മാസങ്ങൾ കഴിയുന്നതിന് മുന്നേ തന്നെ തല കുനിക്കേണ്ട സാഹചര്യമല്ല, തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പാലക്കാട്ടുകാർക്ക് എല്ലാവർക്കും ഒരു അപമാനമായിട്ട് പാലക്കാടിൻ്റെ MLA മാറി. ഇന്ന് ഇതുവരെയായിട്ടും നമ്മൾ ഈ ചർച്ച നടക്കുന്ന ഇന്നത്തെ ദിവസം വരും
ആ പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങളൊന്നും തൻ്റേതല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുവാൻ രാഹുൽ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം കേരളം മുഴുവൻ കേട്ടതാണ് ആ ഓഡിയോ ശബ്ദ സന്ദേശങ്ങളെല്ലാം തന്നെ. വളരെ നികൃഷ്ടമായ രീതിയിൽ ഏതൊരു മനുഷ്യനും ഒരു സ്ത്രീയോട് ഇത്തരത്തിൽ സംസാരിക്കാനോ ചിന്തിക്കാനോ സാധിക്കില്ല. അത്തരത്തിലാണ് രാഹുൽ പെൺകുട്ടികളോട് ഇടപഴകിയിട്ടുള്ളത്. ഇതുപോലുള്ള ഒരാളെ ചുമക്കേണ്ടി വന്നതിൻ്റെ ഗതികേടിനെ ഓർത്ത് പാലക്കാട്ടുകാർ ലജ്ജിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിനകത്തേക്ക് ഇദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് അവർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കി. പക്ഷേ കോൺഗ്രസ്സിന് വേണ്ടാത്ത രാഹുലിനെ പാലക്കാട്ടുകാർ വേണമെങ്കിൽ സഹിച്ചോളൂ എന്നുള്ളൊരു നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനത്ത് നിന്ന് ഒഴിയാനായിട്ടുള്ള യാതൊരു നിർദ്ദേശം കൊടുത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് കയറ്റാൻ പറ്റില്ല, വേണമെങ്കിൽ പാലക്കാട്ടുകാർ സ്വീകരിച്ചോളൂ എന്നുള്ളൊരു സമീപനമെടുത്ത കോൺഗ്രസ് പാർട്ടിയോട് ഇന്നാട്ടിലെ ജനങ്ങൾ തീർച്ചയായും മറുപടി പറയും. ഇപ്പൊ നമുക്കറിയാം അദ്ദേഹം ഉണ്ടാക്കി വെച്ചൊരു നാണക്കേടുണ്ട് പാലക്കാടിന് വേണ്ടിയിട്ട്. അതിനപ്പുറം വികസനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചിട്ടുണ്ടോ പാലക്കാട്? അല്ല, അദ്ദേഹം MLA ആയി വന്നതിന് ശേഷം ഏതെങ്കിലും പദ്ധതികളുടെ പൂർത്തീകരണത്തിനൂടെ സാധിച്ചിട്ടുണ്ടോ? 2015 കാലഘട്ടം മുതലേ ശ്രീ ഷാഫി പറമ്പിൽ MLA തുടങ്ങി വെച്ചൊരു പദ്ധതിയായിരുന്നു മോയിൻസ് സ്കൂൾ ഡിജിറ്റലൈസേഷൻ. കേരളത്തിലെ ഏറ്റവും അധികം പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് മോയിൻ ഗേൾസ് സ്കൂൾ എന്ന് പറയുന്നത്. ആ സ്കൂളിൽ ഡിജിറ്റലൈസേഷന് വേണ്ടിയിട്ടുള്ള പദ്ധതി ആരംഭിച്ച് ഇന്നും ഏതാണ്ട് ഒരു പതിറ്റാണ്ട് പൂർത്തിയായിട്ടും ആ പദ്ധതി പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഇവിടെ പാലക്കാട് ടൗൺ ഹാളിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട ആ ടൗൺ ഹാൾ പൊളിക്കുവാനായിട്ട് ശ്രീ ഷാഫി പറമ്പിൽ MLA ആയിരുന്ന സമയത്ത് ഉത്തരവിട്ടു. അതിനുശേഷം ഷാഫി പറമ്പിലിനോ ഷാഫിക്ക് ശേഷം വന്ന രാഹുലിനോ ആ പദ്ധതി പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മുടെ പാലക്കാട്ട് ഇവർ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുള്ള KSRTC ബസ് സ്റ്റാൻഡ് നവീകരിച്ചു എന്ന് പറയുന്നുണ്ട്. ഇന്നും ആ KSRTC ബസ് സ്റ്റാൻഡ് ഒരു അനധികൃത കെട്ടിടമാണ്. ഒരു ഫയർ NOC പോലും ലഭിച്ചിട്ടില്ല ആ കെട്ടിടത്തിന്. അപ്പോൾ ഇത്തരത്തിൽ ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതിന് ശേഷം ഒരു സിംഗിൾ പ്രൊജക്റ്റ് പോലും പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. കണ്ണാടി പഞ്ചായത്ത് ഒരു ശ്മശാനം പോലുമില്ല. പിരായിരി പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ ഗതികേടിലാണ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ. അപ്പോൾ അതെല്ലാം പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ വികസനത്തിനെക്കുറിച്ച് ചിന്തിക്കുകയും വികസനം വരണം എന്നുള്ള തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾ MLA ആയി വന്നാൽ മാത്രമേ ഈ കാര്യത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പാലക്കാടിനൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലെ മറ്റ് നിയോജക മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ നെന്മാറയുണ്ട്, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് മണ്ഡലങ്ങൾ, മലമ്പുഴയുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ സാധ്യതകൾ എത്രത്തോളമാണ് BJPക്ക്? നെന്മാറ നിയോജക മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം നെന്മാറ നിയോജക മണ്ഡലത്തിൻ്റെ വളർച്ച നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മറ്റു മണ്ഡലങ്ങളിൽ പല തവണയും MLAമാർ മാറി മാറി വന്ന സമയത്തും നെന്മാറ മണ്ഡലത്തിൽ കുറേ വർഷത്തോളം കുറേ ടേമുകളോളം ഒരേ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന MLAമാർ മാറി മാറി വിജയിച്ചു വന്നിട്ടുണ്ട്. എന്നിട്ടും അവിടുത്തെ പല വികസന പദ്ധതികളും പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പലതും ആരംഭിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. നമ്മളൊരു ഉദാഹരണമായിട്ട് എടുത്തു നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും മികച്ച മനോഹരമായ ഗ്രാമങ്ങളിൽ, ഏറ്റവും സുന്ദര ഗ്രാമങ്ങളിൽ 10 ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് കൊല്ലങ്കോട് എന്ന് പറയുന്ന പ്രദേശം. ആ കൊല്ലങ്കോടിൻ്റെ ടൂറിസം മേഖലയെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ MLAയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്? സംസ്ഥാന സർക്കാർ ആ പദ്ധതി അവിടെ ഒരു കൊല്ലങ്കോട് പ്രദേശത്തെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടും എന്താണ് ചെയ്തിട്ടുള്ളത്? ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് നമ്മൾ കൊല്ലങ്കോട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അയൽ ജില്ലകളിൽ നിന്ന് മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് മൺസൂണൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഗ്രാമം വേറെയുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അത്രയ്ക്ക് അതിമനോഹരമായിട്ടുള്ള ഗ്രാമം, മുഴുവൻ കേരളത്തിൻ്റെയും ഒരു പൈതൃക ഭംഗി നമുക്ക് കൊല്ലങ്കോട് കാണാനായിട്ട് സാധിക്കും. ആ ഗ്രാമത്തെ ടൂറിസം മേഖല ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് പദ്ധതിയാണ് സംസ്ഥാന സർക്കാരും അവിടുത്തെ വിജയിച്ചു വന്നിട്ടുള്ള MLAയും ചെയ്തിട്ടുള്ളത്? യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അവിടുത്തെ റോഡുകളുടെ അവസ്ഥ നമുക്കറിയാം. കാലങ്ങളായിട്ട് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് നെന്മാറ വേല എന്ന് പറയുന്നത്. വിദേശികൾ ഉൾപ്പെടെ വരുന്നതാണ് നെന്മാറ വേലയ്ക്ക് വേണ്ടിയിട്ട്. ആ നെന്മാറ വേല നടക്കുന്ന സ്ഥലത്തുള്ള റോഡിൻ്റെ ബൈപ്പാസിന് വേണ്ടിയിട്ട്, നെന്മാറ ബൈപ്പാസിന് വേണ്ടിയിട്ട് പദ്ധതി അനുവദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലക്സ് അടിച്ചുകൊണ്ട് MLA പ്രചരണം നടത്തി. പക്ഷേ അവിടെ ആ പദ്ധതിക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല.
നെന്മാറ വേല വരുന്ന സമയത്ത് അതിനെ കൂടുതൽ ആളുകളിലേക്ക് വീണ്ടും എത്തിച്ചുകൊണ്ട്, ഇപ്പം നമുക്കറിയാം, ഇപ്പം തൃശ്ശൂർ പൂരമൊക്കെ പോലെ നെന്മാറ വേലയെ നമുക്ക് വലിയ രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കണം. മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ധാരാളം ആളുകളെ നെന്മാറയിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ കൂടുതൽ ആളുകൾ അവിടെ എത്തുന്ന സമയത്ത് ആ പ്രദേശത്തുള്ള കച്ചവടക്കാർക്കുണ്ടാവുന്ന ഗ്രോത്ത്, ആ പ്രദേശത്തുണ്ടാവുന്ന മറ്റു ഡെവലപ്മെൻറ്റുകൾ, ഇതെല്ലാം വലിയ രീതിയിൽ സർക്കാരിനും അവിടുത്തെ ജനങ്ങൾക്കും വലിയ ലാഭമുണ്ടാക്കുന്ന ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അതിനെ നമുക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സ്കോപ്പുള്ളൊരു പ്രദേശമാണ് നെന്മാറ മണ്ഡലം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൊല്ലങ്കോട് ആയിക്കോട്ടെ, നെന്മാറ ആയിക്കോട്ടെ, നെല്ലിയാമ്പതി, നമ്മുടെ എന്താ പറയുക, അതിമനോഹരമായിട്ട് കിടക്കുന്ന നെല്ലിയാമ്പതി മലനിലകൾ, ആ നെല്ലിയാമ്പതിയുമായി ബന്ധപ്പെട്ട് എന്ത് ഡെവലപ്മെൻറ്റുകളാണ് ഇവർ ചെയ്യുന്നത്? അപ്പോൾ ഇത്തരത്തിൽ ചിന്തിക്കുന്ന അവിടുത്തെ ടൂറിസം മേഖലയെ പ്രയോജനപ്പെടുത്താനായിട്ട് അത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനം അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതികളുമില്ല, അവിടുത്തെ MLA ഇല്ല, അവിടുത്തെ MP ഇല്ല എന്നുള്ളത് ആ പ്രദേശത്തെ ജനങ്ങളോടുള്ള ഒരു അവഗണനയാണ്. ആ നെന്മാറ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്വയമായിട്ട് പല പദ്ധതികളും അവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അവിടുത്തെ പൈതൃക ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ പല വികസന പ്രവർത്തനങ്ങളും ഇൻഡിവിജ്വൽ ആളുകൾ ചെയ്യുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഒരു MLA മുൻകൈ എടുത്തുകൊണ്ട് പല പുതിയ പദ്ധതികളും ആരംഭിച്ച് അത് ചെയ്യാത്തത്? ഇപ്പോൾ അവിടെ തന്നെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയുണ്ട്. മുതലമട പഞ്ചായത്തിലെ പറമ്പിക്കുളം എന്ന് പറയുന്നൊരു മേഖലയുണ്ട്. അതിനകത്ത് തന്നെ തേക്കടി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ഈ പറമ്പിക്കുളം തേക്കടിയിലെ ആളുകൾക്ക് അവിടെ അവർക്കൊരു പാതയ്ക്ക് വേണ്ടിയിട്ട്, റോഡിന് വേണ്ടിയിട്ട് വളരെ ദയനീയമായ ചിത്രം, കേരളത്തെ മുഴുവൻ കരയിപ്പിച്ചൊരു ചിത്രം ഉണ്ടായിരുന്നു. മുഴുവൻ ഗ്രാമവാസികളും ഒന്നടങ്കം അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ കാൽക്കൽ വീണ് നമസ്കരിച്ച് ഞങ്ങൾക്ക് റോഡ് അനുവദിച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര വർഷമായിട്ടും പല മുടന്ത ന്യായങ്ങളും പറഞ്ഞ് അവർക്ക് സഞ്ചാരയോഗ്യമായ ഒരു റോഡ് പോലും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം വളരെ നേരത്തെ തന്നെ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് മുതലമട എന്ന് പറയുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അല്ലെങ്കിൽ മറ്റു ജില്ലകളിലൊക്കെ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടിയാണ് മാമ്പഴ സീസൺ ആരംഭിക്കുക. എന്ന് വെച്ചാൽ മുതലമടയിൽ ഒരു ഡിസംബർ മാസം കഴിയുന്നതോട് തന്നെ മാങ്ങയുടെ എന്താ പറയുക, പൂക്കൾ ഉണ്ടാവും, മാമ്പൂക്കൾ ഉണ്ടാവും. അതിനുശേഷം മാങ്ങയുടെ ഉൽപ്പാദനം ഉണ്ടാകുന്നു, മാമ്പഴങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ഡിസംബർ ജാനുവരി മാസത്തോടു കൂടി തന്നെ ആരംഭിക്കുന്നുണ്ട്. അവിടുത്തെ ആ കർഷകർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ട്, അവർ നേരിടുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കിയിട്ട് അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി എന്തേലും പ്രൊജക്റ്റുകൾ, ഇന്നൊക്കെ ധാരാളം അഡ്വാൻസ്ഡായിട്ട് പല കാര്യങ്ങളും പോകുന്നുണ്ട്. അപ്പോൾ അവിടെ സയൻറ്റിഫിക്കലി അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു സിംഗിൾ പ്രൊജക്റ്റ് പോലും ഇവിടുത്തെ MLAയോ ആ സംസ്ഥാന സർക്കാരോ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ തയ്യാറായിട്ടില്ല എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ വികസനം എന്നുള്ളതും അവിടുത്തെ ഡെവലപ്മെൻറ്റ് എന്നുള്ളതും ടൂറിസം പ്രൊമോഷൻ എന്നുള്ളതും കാർഷിക മേഖലയിലും അങ്ങനെ സർവത്ര മേഖലയിലും അവിടുത്തെ ജനങ്ങൾ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സാധ്യതകൾ പരിശോധിച്ചാൽ ഇന്ന് കേരളത്തിലുള്ള 140 നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ എത്താൻ സാധിക്കുന്ന സ്കോപ്പുള്ള ഒരു മണ്ഡലമാണ് നെന്മാറ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. പക്ഷേ ആ മണ്ഡലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി MLAയുടെ ഭാഗത്ത് നിന്ന് ചെറിയ ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വെച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഈ വികസന മുരടിപ്പ് ഈ തിരഞ്ഞെടുപ്പിൽ BJPക്ക് സഹായകരമാവില്ലേ? കാരണം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആളുകളൊന്ന് മാറി ചിന്തിക്കില്ലേ? അല്ല, തീർച്ചയായും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഈ നാട്ടിൽ വികസനം വരണം എന്നുള്ള ചിന്തയുള്ള ആളുകളാണ് ധാരാളം ആളുകൾ. അതായത് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ യുവതലമുറ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി വികസനം വരണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ഇവിടെ വോട്ട് ചോദിച്ചു വരികയാണെങ്കിലോ ഇവിടെ ഭരിക്കുകയാണെങ്കിലോ തങ്ങൾക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ട വികസനം സാധ്യമാക്കണം എന്നുള്ളതാണ് പലരും ആഗ്രഹിക്കുന്നത്. കാലങ്ങളായി മാറി മാറി പരീക്ഷിച്ചിട്ടും അവിടെ അത്തരത്തിലുള്ള വികസനം കൊണ്ടുവരുവാനായിട്ട് തയ്യാറായില്ലെങ്കിൽ ഇത്തവണ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ബദൽ രാഷ്ട്രീയവുമായി കടന്നു വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും തീർച്ചയായും പാലക്കാട്ട് ജനങ്ങൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അവസരം തന്ന സംസ്ഥാനങ്ങളിലെല്ലാം വലിയ രീതിയിൽ ഡെവലപ്മെൻറ്റ് നടത്തി
അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് തന്നെയാണ് ഞങ്ങൾ വോട്ട് ചോദിച്ചു പോകുന്നത്. ഈ കഴിഞ്ഞ 2014 മുതൽ ഈ രാജ്യത്തുണ്ടായ മാറ്റം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള മാറ്റമാണ്. ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെ ഒരു യുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ലോകം മുഴുവൻ നിൽക്കുന്ന സമയത്ത് ഇറാൻ്റെ ഹോർമൂസ് കടലിടുക്കിലൂടെ ഒരു ഈച്ച പോലും പറക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇന്ത്യയുടെ കപ്പലുകൾ, ഇന്ധനം നിറച്ച കപ്പലുകൾ ഇന്ധന ടാങ്കറുകളുമായി ആ ഹോർമൂസ് കടലിടുക്ക് കടന്നുകൊണ്ടുവരികയാണ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് സാധ്യമാവുന്നത്? ഒരു ഭരണാധികാരി നയതന്ത്രപരമായി മറ്റു രാജ്യങ്ങളുമായി എങ്ങനെയാണ് ഇടപഴകുന്നത്, അത് എങ്ങനെ വിജയം കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഇവിടെ ബോധപൂർവം ഈ രാജ്യത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇവിടെ ഗ്യാസ് ലഭ്യമാവുന്നില്ല, ഇന്ധനക്ഷാമമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബോധപൂർവം ഒരു നെഗറ്റീവ് പ്രൊപ്പഗണ്ട സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് മറുവശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലുള്ള ആളുകൾ പ്രവർത്തി ചെയ്തുകൊണ്ട് ഇവർക്ക് മറുപടി നൽകുകയാണ്. കേവലം പ്രസംഗങ്ങളിലൂടെ അല്ല, അവിടെ നിന്ന് ഇന്ധനം ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടാണ് ഇവർക്കുള്ള മറുപടി നൽകുന്നത്. 91 ഇതുപോലെ പണ്ടൊരു യുദ്ധമുണ്ടായിരുന്ന സമയത്ത് അന്ന് ഇന്ത്യ എങ്ങനെയൊക്കെ നമുക്ക് നയതന്ത്രപരമായിട്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് എങ്ങനെയാണ് സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ഇവിടെ ഉണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ളൊരു പ്രയാസം അനുഭവിക്കുന്നില്ല. അത് എങ്ങനെയാണ് സാധ്യമാവുന്നത്? അവിടെ ഒരു കൃത്യമായി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മുന്നിൽ നിന്ന് നയിക്കുവാനായിട്ട് തയ്യാറാവുന്നു. അദ്ദേഹം ഈ രാജ്യത്ത് പ്രതിപക്ഷം ഇത്തരത്തിലൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മുടെ നാടാകെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിന് പകരം ഇവിടെ ബോധപൂർവം രാജ്യത്തിനകത്ത് ഏതെങ്കിലും നെഗറ്റീവ് പ്രൊപ്പഗണ്ട ഉണ്ടാക്കി കലാപം ഉണ്ടാക്കാനായിട്ട് സൃഷ്ടിക്കുകയാണ്. ഒരു കാര്യം ഓർത്ത് നോക്കൂ, പണ്ട് നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ മൻമോഹൻ സിംഗിനെതിരെ പാകിസ്ഥാൻ്റെ അവിടുത്തെ പ്രധാനമന്ത്രിയും അവിടുത്തെ സർക്കാരും മൻമോഹൻ സിംഗിനെതിരായി സംസാരിച്ച സമയത്ത് അന്ന് അത് തെറ്റാണ്, ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയപരമായി വിരോധമുണ്ടെങ്കിലും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് മോശമായി നിങ്ങൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെല്ലുവിളിച്ചത് അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഇന്ന് ഇത്തരത്തിൽ ലോകം മുഴുവൻ ഒരു പ്രതിസന്ധി ഉടലെടുത്തു നിൽക്കുന്ന സമയത്ത് രാജ്യം ഒറ്റക്കെട്ടായി നേരിടുന്നതിന് പകരം ഇവിടെ ഇന്ധനക്ഷാമമുണ്ട് എന്ന് നെഗറ്റീവ് പ്രൊപ്പഗണ്ട സൃഷ്ടിക്കുന്നതിനുള്ളൊരു ശ്രമമാണ് കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം മറുപടി പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ ഈ രാജ്യത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതുതന്നെയാണ് എനിക്ക് തോന്നുന്നു ഇന്ന് എല്ലാവർക്കും BJP യോടുള്ള ഏറ്റവും വലിയൊരു ആരാധനാ കേന്ദ്രമായി നരേന്ദ്രമോദി മാറുന്നതിൻ്റെ, അല്ലെങ്കിൽ ഈ പാർട്ടി ഭേദമന്യേ എല്ലാവർക്കും നരേന്ദ്രമോദിയോടുള്ള പ്രിയം കൂടുന്നതും അതുകൊണ്ടാണ്. തീർച്ചയായും അത്തരത്തിൽ നമ്മൾ ഈ 2014 മുമ്പുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ജനങ്ങളുടെ മൈൻഡ് സെറ്റും 2014 ശേഷം ഈ രാജ്യത്ത് വന്നിട്ടുള്ള ഒരു വികസന തുടർച്ചയെ തുടർന്നുകൊണ്ടുള്ള ആളുകളുടെ മൈൻഡ് സെറ്റും നമ്മളെടുത്ത് പരിശോധിച്ചാൽ മാത്രം മതി. ഒരേ സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ കൾച്ചറും ട്രഡീഷനും നിലനിർത്തുന്നതിനോടൊപ്പവും സംരക്ഷിക്കുന്നതിനോടൊപ്പവും വീണ്ടെടുക്കുന്നതിനോടൊപ്പവും ഇത് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ പാരലായിട്ട് ഈ രാജ്യത്തെ ഡെവലപ്മെൻറ്റുകളും കൊണ്ടുവരുന്നുണ്ട്. ഒരേ സമയത്ത് രാമക്ഷേത്രവും പണി കഴിക്കുന്നുണ്ട്, എയിംസുകളും സ്ഥാപിക്കുന്നുണ്ട്. ഒരേ സമയത്ത് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉയർച്ച വരുന്നുണ്ട്, അതേ സമയത്ത് ഇവിടുത്തെ റോഡുകളുടെ ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. അത് ജനങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് രാജ്യസുരക്ഷ, രാജ്യത്തിൻ്റെ വികസനം, ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതി ഇതെല്ലാം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ നരേന്ദ്രമോദിയുടെ ഭരണത്തിനോടുള്ള ആ ഒരു സന്തുഷ്ടി, ആ ഒരു ഭരണ മികവ് എൻ്റെ സ്വന്തം സ്ഥലത്തും വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥലത്തും ഇത്തരത്തിൽ വികസന കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു MLA ഉണ്ടാവണം. നരേന്ദ്രമോദി 24/7 സദാസമയവും ഈ രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ആ ഒരു തോന്നലുള്ള ഒരു MLA എൻ്റെ സ്ഥലത്ത് വേണം, പാലക്കാട് വേണം, മലമ്പുഴയിൽ വേണം, നെന്മാറയിൽ വേണം, കോങ്ങാട് വേണം, ഒറ്റപ്പാലത്ത് വേണം. അങ്ങനെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ ഒരു മാറ്റം തീർച്ചയായും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അപ്പോൾ നമുക്കറിയാം പാലക്കാടിനെ സംബന്ധിച്ച് ഒരുപാട് ന്യൂട്രൽ വോട്ടുകളുണ്ട്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ പാർട്ടി ഭേദമന്യേ ആളുകളെ നോക്കി അവർക്ക് നമ്മുടെ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് വോട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തുവിട്ടുന്ന കാൻഡിഡേറ്റ്സ് അവർ അത്രത്തോളം സ്ട്രോങ് ആയതുകൊണ്ട് ആ വോട്ടുകൾ ശേഖരിക്കാൻ NDAക്ക് സാധിക്കില്ലേ? ഇവിടെ ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകളുടെ മൈൻഡ് സെറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. രാഷ്ട്രീയം എന്നുള്ളത് അന്ധമായി കാണുന്നതിനോടൊപ്പം രാഷ്ട്രീയം എന്നത് വികസനം എന്നതുകൂടിയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ധാരാളമുള്ള പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത്. ഇവിടെ ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ വികസനം വേണം എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്ന വലിയൊരു യുവതലമുറ ഇന്ന് കേരളത്തിലുണ്ട്. അതുതന്നെയാണ് BJPയുടെ വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ 2014-ലെയും 2016-ലെയും 2019-ലെയും 2021-ലെയും 2024-ലെയും ഇത്രയും കാലത്തെ BJPയുടെ വളർച്ചാ നിരക്കിൻ്റെ ഗ്രാഫ് ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. 2014 നിന്ന് 2024 എത്തി നിൽക്കുന്ന സമയത്ത് കേരളത്തിൽ 20% വോട്ട് ഷെയറുള്ള ഒരു പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറിയിട്ടുണ്ട്. അത് ഇന്നാട്ടിലെ ജനങ്ങൾ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ 20% വോട്ട് ഷെയറിലേക്ക് BJP എത്തിയത്. പണ്ട് കാലഘട്ടത്തിൽ ഞാൻ BJPക്ക് വോട്ട് ചെയ്ത് എൻ്റെ വോട്ട് എന്തിനാ പാഴാക്കുന്നതെന്ന് ചിന്തിച്ചിരുന്നു ആളുകൾ. കാരണം എനിക്ക് BJPക്ക് വോട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ BJP ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതായിരുന്നു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങളുടെ മൈൻഡ് സെറ്റ്. അതിന്ന് മാറി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുന്ന പാർട്ടിയാണ് എന്നുള്ള തോന്നൽ ജനങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ പ്രകടമാവുകയും ചെയ്തു. തൃശ്ശൂരിൽ BJPയുടെ ഒരു MP വിജയിക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിനോടൊപ്പം ഈ കേരളത്തെ കൈപിടിച്ച് നടത്തിക്കുവാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായി മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഈ കേരളത്തിനകത്തുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ആരോഗ്യ മേഖലയിൽ ഇവിടെ ഈ പാലക്കാട് ജില്ലയിൽ നെന്മാറ നിയോജകമണ്ഡലത്തിലെ പല്ലശ്ശേന പഞ്ചായത്തിനകത്ത് ഒരു പിഞ്ചു പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തി. ആ ചികിത്സ തേടിയെത്തിയ പെൺകുട്ടി ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് മുറിച്ചു മാറ്റപ്പെട്ട കയ്യുമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ആ പെൺകുട്ടി ഒരു അപകടം പറ്റി സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്നത് ഇന്നും സർക്കാർ ആശുപത്രിയിൽ തന്നെയാണ്. സർക്കാർ ആശുപത്രിക്കകത്ത് ചികിത്സ തേടി എത്തിയ സമയത്ത് ആ കുട്ടിയുടെ കൈ മുറിച്ച് മാറ്റേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ കുട്ടി ഇനി ജീവിതകാലം മുഴുവനും ഈ മുറിച്ചു മാറ്റപ്പെട്ട കൈയുമായിട്ട് ജീവിക്കേണ്ടി വരുന്നു. ആ പെൺകുട്ടിയുടെ ഒരു അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരണപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വയറിനകത്ത് കത്രിക വെച്ചുകൊണ്ട് തുന്നിക്കിട്ടുന്നു. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഒരു ഇന്നേ വരെ കാണാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. കേരളത്തിൻ്റെ ധനകാര്യ മന്ത്രി തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് കേരള നിയമസഭയ്ക്ക് അകത്ത് തന്നെ പറയുകയുണ്ടായി, കേരളത്തിലെ യുവതലമുറ ഇന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും ജോലിക്ക് വേണ്ടിയിട്ടും അയൽ സംസ്ഥാനങ്ങളെയും അയൽ രാജ്യങ്ങളിലും ആശ്രയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്നിരിക്കുകയാണ്. കേരളത്തിൽ 100 ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്ന ഏത് പൊതു സംരംഭമാണ് ഈ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ളത്? അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, കാർഷിക മേഖല, സാമ്പത്തിക മേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, അങ്ങനെ സർവ്വതും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ നിന്ന് കേരളത്തെ കൈപിടിച്ചുയർത്തി മുന്നോട്ട് കുതിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെക്കുറിച്ച് ഒരു ചിന്തിക്കുകയും പ്രവർത്തിക്കുവാനുള്ള ഇച്ഛാശക്തിയുമുള്ള നല്ല കേപ്പബിളായിട്ടുള്ള ആളുകൾ വളർന്നു വരേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് വികസനം പറഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ പാലക്കാട് എത്രത്തോളം നിർണായകമാണ്? ഇവിടെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും CPMൻ്റെയും നേതാക്കന്മാർ അവർ പരസ്യമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള മതഭീകരവാദ ശക്തികളുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറായി കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആപ്തവാക്യം എന്ന് തന്നെ മതരാജ്യം എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരസ്യമായിട്ട് മുന്നോട്ട് വരികയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ നിലപാടല്ല ഇന്നത്തെ നിലപാട് എന്നൊക്കെ അദ്ദേഹം പറയുവാനായിട്ട് വരികയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് CPMൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ മത്സരിക്കുകയാണ്.
അപ്പോൾ ഇത്തരത്തിൽ മതവാദം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുന്ന ആളുകളുമായി കൂട്ടുകൂടുന്നതിന് തയ്യാറായിട്ട് നിൽക്കുന്ന കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും നേതാക്കന്മാർ, ഇവിടെ ഇന്നാട്ടിൽ മതഭീകരവാദ ശക്തികളെ ഒഴിവാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇവിടെ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മതഭീകരവാദ സംഘടനകളാണ്. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും നിലപാട് ചർച്ചയാവുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ ഞങ്ങളെ വന്ന് കണ്ടിട്ടുണ്ട്, ഞങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ ഡീല് നടന്നിട്ടുണ്ട് എന്ന്. CPM-ഉമായിട്ടും ഡീല് നടന്നിട്ടുണ്ട്, കോൺഗ്രസുമായിട്ടും ഡീല് നടന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത്, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച സമയത്ത് ഏറ്റവും ആദ്യം പ്രകടനം നടത്തിയത് SDPIയുടെ നേതാക്കന്മാരായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഫലപ്രഖ്യാപനം വന്നതും വെൽഫെയർ പാർട്ടിയുടെയും SDPIയുടെയും ഓഫീസിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത്. അപ്പോൾ ഇത്തരത്തിൽ വോട്ടിന് വേണ്ടിയിട്ട് മതഭീകരവാദികൾക്ക് കുടപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും ഇത്തവണ ജനം തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഒപ്പം തന്നെ നമ്മളിപ്പോൾ ആൻറ്റി പിണറായി ഒരു വികാരം വലിയ രീതിയിൽ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കിടയിലും ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 2 വട്ടം ഭരണം കൊടുത്തത് കൊണ്ടുണ്ടായിട്ടുള്ള വലിയ വിന നമ്മുടെ നാട്ടിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വിഷയങ്ങളാണ്. ഒപ്പം തന്നെയാണ് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടും ആചാര ലംഘനവുമായി ബന്ധപ്പെട്ടിട്ടും എല്ലാം ഉള്ള പ്രശ്നങ്ങൾ ഇന്നും മലയാളികൾക്കുള്ളിൽ ഒരു തീരാത്ത നോവായിട്ട് നിൽക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് പാലക്കാടിനെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിന് നിർണായകമാവുക? ഇതിനകത്ത് 2 രീതിയിൽ മറുപടി വേണം. ഒന്ന്, പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പിണറായി വിജയൻ സർക്കാർ കേരളം ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഏറ്റവും സമ്പൂർണ്ണ പരാജയമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം 10 വർഷം ഭരിച്ചിട്ടും ഈ കേരളത്തിലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു 100 ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്നതിനുള്ള ഒരു തൊഴിൽ സംരംഭം പോലും ആരംഭിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ ഭരിച്ച സർവത്ര മേഖലയിലും റിവേഴ്സ് ഗിയറിലാണ് പോയിക്കൊണ്ടുള്ളത് ആ വകുപ്പുകളെല്ലാം തന്നെ. ഇവിടെ കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണോ അവർ അധികാരത്തിൽ വന്നത്, കേരളത്തിൽ ഞങ്ങൾ തുറക്കുന്നത് പുതിയ സ്കൂളുകളാണ്, ബാറുകളൊക്കെ പൂട്ടി, ഞങ്ങൾ തുറക്കാൻ പോകുന്നത് സ്കൂളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കയറി KPSC ലളിതയെ കൊണ്ടും ഇന്നസെൻറ്റിനെ കൊണ്ടും ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് PR ചെയ്തുകൊണ്ട് അധികാരത്തിൽ കയറി. ഇന്നും ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. വടവന്നൂർ പഞ്ചായത്തിലെയും പുതുനഗരം പഞ്ചായത്തിലും ഇന്ന് സർക്കാർ സ്കൂൾ വാടക കെട്ടിടത്തിനകത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ സ്കൂളുകളുണ്ട്. ഈ കേരളത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഒരു സർക്കാർ വിദ്യാലയത്തിനകത്ത് ഷീറ്റിന് മുകളിലേക്ക് കയറിയ ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരണപ്പെട്ടത്. പാമ്പ് കടിച്ച് ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് പാമ്പ് കടിയേറ്റത് സ്കൂളിനകത്ത് ക്ലാസ് മുറിക്കകത്ത് നിന്ന് കേരളത്തിലാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരാജയമായിട്ട് പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ മരുമോനെ എങ്ങനെയും പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നതിൽ കവിഞ്ഞ് യാതൊരുവിധ ലക്ഷ്യവും അദ്ദേഹത്തിനില്ല. ഇനി 2, ശബരിമലയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഇന്നും ഈ ഭാരതത്തിലെ കോടിക്കണക്കിന് വരുന്ന ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സിലെ മാറാത്ത ഉണങ്ങാത്ത മുറിവാണ് ശബരിമലയിൽ നടത്തിയ ആചാര ലംഘനം എന്ന് പറയുന്നത്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി കേസുകളിൽ ഇന്നും പ്രതിയാണ്. ശബരിമലയിലെ നിരവധി കേസുകളിൽ ഇന്നും പ്രതിയാണ്. ആ ശബരിമലയിൽ ആചാര ലംഘനത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതിനുവേണ്ടി വനിതാ മതിൽ കെട്ടിയ ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ. ഇവിടെ പല ആക്ടിവിസ്റ്റുകളെയും കൊണ്ടുവന്നുകൊണ്ട് ഹൈന്ദവ വിശ്വാസത്തെ മുറിവേൽപ്പിക്കണം എന്നൊരൊറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ശബരിമല കയറ്റി അവിടെ ആചാര ലംഘനം നടത്തിയ ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇവിടെ നമ്മളൊക്കെ നിറ കണ്ണുകളോടെ തൊഴുകൈകളോടെ അല്ലാതെ ശബരിമലയിലെ ശബരീശൻ്റെ മുന്നിൽ നിൽക്കുവാനായിട്ട് സാധിക്കില്ല. നമ്മുടെ മുഴുവൻ പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളും എല്ലാം ലക്ഷക്കണക്കിന് വരുന്ന ഹൈന്ദവ വിശ്വാസികൾ പൊന്നുപമ്പയിൽ കുളിച്ച് തൊഴുത് പമ്പ ഗണപതിയെ തൊഴുത് വളരെ കഷ്ടപ്പെട്ട്
അത് കരിമല കയറി വരുന്ന ആളുകളാണെങ്കിലും ശരി, പമ്പ കയറി പോകുന്ന ആളുകളാണെങ്കിലും ശരി, ആ ഒരു വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നീലിമലയും മറ്റേ ശരംകുത്തിയാലും പൊന്നമ്പലമേടും ഒക്കെ വലിയ രീതിയിലുള്ള ശബരിമലയുടെ വിശ്വാസത്തിൻ്റെ പ്രതിബിംബങ്ങൾ ഓരോ ഭാഗത്തും നിലകൊള്ളുന്ന സമയത്ത് ഓരോ ഭാഗത്തിനും പറയുവാനായിട്ട് 1000 കഥകളുണ്ട്. ആയിരക്കണക്കിന് അയ്യപ്പന്മാരുടെ വികാരങ്ങളുടെ ഒരു കഥ പറയാനുണ്ട് ശബരിമലയുടെ ഓരോ കേന്ദ്രത്തിനും. ആ ഒരു വിശ്വാസ സമൂഹത്തെ മുഴുവൻ അവഹേളിക്കുന്ന തരത്തിൽ, അപമാനിക്കുന്ന തരത്തിൽ ശബരിമലയിലെ സ്വർണത്തിൽ മാത്രം കണ്ണുവെച്ചുകൊണ്ട് ആ സ്വർണത്തിന് വേണ്ടിയിട്ട് അവിടെ അഴിമതി നടത്തുന്നു. പണ്ടൊക്കെ പറയാറുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ പാവപ്പെട്ട പട്ടിണി പാവങ്ങളും പറമ്പിൽ പണിയെടുക്കുന്ന ആളുകളും പോറ്റി വളർത്തിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന്. പക്ഷേ ഇന്നൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെ പോലുള്ള പോറ്റിമാർ വളർത്തിയ പ്രസ്ഥാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ശബരിമലയിലെ തീവെട്ടിക്കൊള്ള, സ്വർണ്ണക്കൊള്ള, ഇത് ഒരാൾക്കും മറക്കാൻ സാധിക്കില്ല. ഇത് കേവലം അവിടെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് അത് വെറുതെ ഒരു നിയമനത്തിലൂടെ വന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നോമിനിയായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് വന്ന ആളാണ്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ നിന്ന് കൈയൊഴിയാനായിട്ട് സാധിക്കില്ല. കോൺഗ്രസ് പാർട്ടി ശബരിമലയുമായി ബന്ധപ്പെട്ട് കുറേ സമരങ്ങൾ നിർത്തി, പെട്ടെന്ന് സ്വിച്ചിട്ടതുപോലെ ആ സമരങ്ങൾ മുഴുവൻ നിർത്തി. കാരണം സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ സോണിയാഗാന്ധിയും പോറ്റിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചതിന് പിന്നാലെ കോൺഗ്രസ് പാർട്ടി ആ സമരം അങ്ങോട്ട് നിർത്തി. സ്വർണം കട്ടത് മാർക്സിസ്റ്റുകാരാണെങ്കിലും കട്ട സ്വർണം വിൽക്കാൻ സഹായിച്ചത് കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിൽ എന്താണ് ബന്ധം? അപ്പോൾ ഇതുപോലെ ധാരാളം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ പറ്റൂ. ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസ സമൂഹത്തെ അവഹേളിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയ്തി, അത് സ്വർണ്ണക്കൊള്ളയായാലും ശരി, ആചാരലംഘനം ശബരിമലയിൽ നടത്തിയതാണെങ്കിലും ശരി, ജനങ്ങൾ ഒരിക്കലും മറക്കില്ല. അതെല്ലാം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ച് തങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും ചോദിക്കുവാനായിട്ട് നാട്ടിലെ ജനങ്ങൾ തയ്യാറാവുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. പാലക്കാട് NDA ഭരണത്തിൽ വരികയാണെങ്കിൽ, NDAയുടെ ഒരു MLA ഉണ്ടാകുകയാണെങ്കിൽ എന്താണ് BJPയുടെ ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ അവർക്ക് നൽകാനുള്ളൊരു ഉറപ്പ്? 100% പാലക്കാട് ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് പാലക്കാട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പാലക്കാട് നിന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് MLA ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ പാലക്കാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് പോകും. നമുക്കറിയാം, കൽപ്പാത്തി രഥോത്സവം കോടിക്കണക്കിന് ആളുകളുടെ ഇടയിലെത്തിയിട്ടുള്ള ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഓരോ വർഷവും വരുന്നുണ്ട്. പക്ഷേ കൽപ്പാത്തിയുടെ സംഗീതോത്സവം നടക്കുന്ന വേദി ഇന്നും ഒരു താൽക്കാലിക പ്ലാറ്റ്ഫോം ടെമ്പററി ആയിട്ട് ആ സമയത്ത് നിർമ്മിച്ചുകൊണ്ട് നടത്തണം. സ്ഥിരമായിട്ട് കൽപ്പാത്തി സംഗീതോത്സവത്തിൻ്റെ ഒരു വേദി അവിടെ ആവശ്യമായിട്ടുണ്ട്. അത് ഞങ്ങൾ ഈ ഒരു വരാനിരിക്കുന്ന ടേമിൽ 2029 മുൻപ് അവിടെ സാധ്യമാക്കണം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കൊല്ലങ്കോടിൻ്റെ ടൂറിസം മേഖല, നെല്ലിയാമ്പതിയുടെ ടൂറിസം, ഈ പാലക്കാട് ധാരാളം കായിക താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു മണ്ണാണ് പാലക്കാട് എന്ന് പറയുന്നത്. അങ്ങനെ കായിക വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും ഇവിടെ നടപ്പിൽ വരും. പിന്നെ ഇന്നും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ രാവിലെ ഒരു 8 മണിക്ക് ശേഷം ഈ പാലക്കാട് നിന്ന് തമിഴ്നാട്ടിലോട്ടുള്ള ബോർഡറിലോട്ട് പോകുന്ന വഴിയിൽ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, 100 കണക്കിന് ബസ്സുകളാണ് ആയിരക്കണക്കിന് ആളുകളുമായി എല്ലാ ദിവസവും തമിഴ്നാട്ടിലേക്ക് കോളേജ് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം പാലക്കാട് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തും. അങ്ങനെ പാലക്കാടിനെ കുറിച്ച് വലിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെ ഈ ജില്ലയുടെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ മനസ്സിലുണ്ട്. സൈലൻറ്റ് വാലി, അട്ടപ്പാടി, മലമ്പുഴ, പറമ്പിക്കുളം, നെല്ലിയാമ്പതി, കൊല്ലങ്കോട്, ഇതെല്ലാം ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം പാലക്കാട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇനി റിസൾട്ട് വന്നതിന് ശേഷം കാണാമെന്നുള്ളതാണ്. നമസ്കാരം. ഓക്കെ.